അപ്പൊ ഗൈസ് ഇത് 2 ദിവസം നമ്മള് ഓസ്കാർ ടാങ്കിന്ന് കിട്ടിയ നമ്മുടെ ഫിൽറ്ററിന്റെ അവസ്ഥയാണ്. കണ്ടില്ലേ എത്രത്തോളം അഴുക്കാണെന്ന്. 2 ദിവസമായുള്ള ഓസ്കാർ കൊണ്ട് ടാങ്കിലിട്ടിട്ട് ആ 2 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ അഴുക്കാണ്. തൊട്ടാൻ പോലും പറ്റാത്ത അത്ര അഴുക്കാണ്. കണ്ടില്ലേ അവസ്ഥ. ഓസ്കാർ കുട്ടന്മാരുടെ വേസ്റ്റ് കംപ്ലീറ്റ് ഇത് എങ്ങനെ ക്ലീൻ ചെയ്യുന്ന പോലും എനിക്കറിയില്ല. ഇതാണ് ഓസ്കാറിനെ വളർത്തിയാലുള്ള ബുദ്ധിമുട്ട്. ഇതിനി എനിക്കൊരു അബദ്ധം പറ്റിയ ഒരു ഗ്ലൗസ് ഇടേണ്ടതായിരുന്നു. ഞാൻ അകത്ത് ഇത്രത്തോളം അഴുക്കുണ്ടായിരിക്കുമെന്ന് കരുതിയില്ല. ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം ഇടുമ്പോഴത്തേക്കും ഗ്ലൗസ് ഒക്കെ ഇട്ട് ചെയ്യാം. നല്ല ഹാൻഡ് വാഷ് കൊണ്ട് ഇങ്ങനെ നല്ല നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കഴുകുന്നുണ്ട്. പക്ഷേ എന്തോ സോപ്പിട്ട് കഴുകാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം സോപ്പിട്ട് കഴുകിയിട്ട് നമ്മൾ ഇതുകൊണ്ട് നേരെ ടാങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ആവും. അപ്പൊ ഏതായാലും അബദ്ധം പറ്റി. ഏതായാലും ഈ ഇന്റേണൽ ഫിൽറ്റർ വെക്കുന്നതിനേക്കാളും ബെറ്റർ ഒരു ടോപ്പ് ഫിൽറ്ററോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫിൽറ്ററോ വെക്കുന്നതായിരിക്കും ബെറ്റർ. അത്രത്തോളം അഴുക്കാണ്. ഇത് 2 ദിവസത്തെ ഓസ്കാർ കുട്ടന്മാരുടെ വെറും 3 ഓസ്കാർ മാത്രം നമ്മുടെ ടാങ്കിലുള്ളത്. ആ 3 ഓസ്കാറിന്റെ അഴുക്കാണ് ഈ കാണുന്നത്. തൊടാൻ പോലും പറ്റുന്നില്ല കൂട്ടുകാരെ. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. എന്തായാലും ഇത് എത്രയും പെട്ടെന്ന് കഴുകി വൃത്തിയാക്കി ടാങ്കിൽ കൊണ്ടിടണം. ഇട്ടതിന് ശേഷം ടാങ്ക് കംപ്ലീറ്റ് വൃത്തികേടായിരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഉണ്ടാക്കുന്ന മീനുകളാണ് ഈ ഓസ്കാർ എന്ന് പറയുന്നത്. ഓസ്കാറിനെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇന്റേണൽ ഫിൽറ്റർ കഴിവതും ഒഴിവാക്കുക. എക്സ്റ്റേണൽ ഫിൽറ്ററോ ടോപ്പ് ഫിൽറ്ററോ വേണം വെക്കാൻ. അത്രത്തോളം ബുദ്ധിമുട്ടാണ്. കണ്ടില്ലേ ടാങ്കിന്റെ അവസ്ഥ കണ്ടില്ലേ? ടാങ്ക് മൊത്തം ഫെയ്ഡായി. 2 ദിവസം കൊണ്ട് തന്നെ വെള്ളത്തിന്റെ കളറും മാറിയിട്ടുണ്ട്. ഇളം പച്ച കളർ ആയിട്ടുണ്ട്. കംപ്ലീറ്റ് അഴുക്കാണ്. അപ്പൊ നമ്മൾ എന്തായാലും വെള്ളം കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യാന്ന് കരുതി കംപ്ലീറ്റ് വെള്ളവും മൊത്തം ചേഞ്ച് ചെയ്യണമെന്നില്ല. ഒരു 1/4 ഭാഗം വെള്ളമെങ്കിലും മീനിന് നിൽക്കാൻ പാകത്തിന് ബാക്കി വെള്ളം ഇട്ടതിന് ശേഷം ഒരു മാക്സിമം വെള്ളമെങ്കിലും ചേഞ്ച് ചെയ്യണം. പിന്നെ അതുകൊണ്ട് തന്നെ ഈ പൈപ്പ് വെച്ചിട്ട് നമുക്ക് വെള്ളം മാത്രമല്ല അതിന്റെ വേസ്റ്റ് കൂടെ ക്രമേണ കുറേശ്ശെ എടുക്കാം. തീരെ താഴ്ത്തി പിടിച്ച് കഴിഞ്ഞാൽ മണ്ണും കൂടെ കയറി പോരും. അതുകൊണ്ട് ആ അബദ്ധം കാണിക്കരുത്. കണ്ടോ എന്താ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓസ്കാറിന്റെ വേസ്റ്റുകൾ കണ്ടോ? ഓസ്കാർ കുട്ടന്മാരൊക്കെ നമ്മുടെ പൈപ്പ് കണ്ടിട്ട് വേറെ എന്തോ ജീവിയാണെന്ന് കരുതി പേടിച്ച് ഉരുണ്ട് മൂലം ഇരിക്കുകയാണ്. പേടിക്കേണ്ട മക്കളെ പേടിക്കേണ്ട. ജസ്റ്റ് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് അവരറിയുന്നില്ലല്ലോ. അപ്പൊ ഏതായാലും നമ്മൾ കംപ്ലീറ്റ് വേസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിങ്ങനെ മാറ്റി. പക്ഷെ വേറൊരു കാര്യം, തീരെ കുത്തിപ്പിടിച്ചാൽ മണ്ണും കൂടെ കയറി അങ്ങ് പോരും. അപ്പൊ നമ്മൾ നേരെ തിരിച്ചിനി വെള്ളം ഒഴിക്കാൻ പോകണം. അപ്പൊ അതിന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു കവറിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. കവറിട്ടതിന് ശേഷം ഒഴിക്കുകയോ വെള്ളം ഒഴിക്കില്ല എന്നുണ്ടെങ്കിൽ മണ്ണെല്ലാം കൂടെ കലങ്ങി തിരിപ്പിടിക്കും. അപ്പം വെള്ളം ഞാൻ കുറെ ക്രമേണ അതൊരു വലിയൊരു ട്രമൻഡസ് ടാസ്ക് ആണ്. അതിനുശേഷം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ബാക്ടോണിൽ എന്ന് പറഞ്ഞൊരു ആന്റിബയോട്ടിക് ലോഷനാണ്. അതുകൂടെ കുറച്ച്, തീരെ ഒഴിക്കരുത്. നമുക്കിപ്പോൾ ഇതിനകത്ത് 2 കൊന്തിന്റെ ടാങ്ക് ആയതുകൊണ്ട് ഒരു അര മൂടി മതിയാവും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഒഴിക്കുകയാണ്. അപ്പം ഗൈസ് ഒഴിച്ചത് കൂടിപ്പോയി. കുഴപ്പമില്ല. നമുക്ക് ഇതിന്റെ പകുതി ടാങ്കിലേക്ക് ഒഴിക്കാം. പകുതി ടാങ്കിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ബാക്കി തിരിച്ച് നമുക്ക് ആ ബോട്ടിലേക്ക് തന്നെ മാറാം. പകുതി മതിയാവും. കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാലും കുഴപ്പമാണ്. അധികമായാലും അമൃതം വിഷം എന്ന് പറയുന്ന കണക്ക് എന്തായാലും അധികം വിഷമാണ്. അപ്പൊ ഈ മീനിന് കൂടുതൽ ബാക്ടോണിൽ ആയാലും പ്രശ്നമാണ്. പേര് മറക്കണ്ട, ബാക്ടോണിൽ. അപ്പൊ നമ്മൾ കണ്ട ബാക്ടോണിലൊക്കെ ഒഴിച്ച് വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് കണ്ട ഓസ്കറോട്ടം ഭയങ്കര ഹാപ്പിയാണ്. വെള്ളമൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി കുറച്ച് നേരം കഴിഞ്ഞാൽ ഫിൽറ്റർ ഓൺ ചെയ്ത് നമ്മൾ ഫിൽറ്റർ എല്ലാം ഓൺ ചെയ്ത് നല്ല ഭംഗിയായിട്ടേക്കാണ്. നല്ല വ്യക്തമായിട്ട് കാണാം. ഓസ്കറോട്ടന്മാരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പിയായിട്ട് നിൽക്കാണ്. വെള്ളമെല്ലാം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ട്. ആ ഒഴിച്ച് ബാക്ടോണിലെല്ലാം വെള്ളത്തിൽ മുക്കാട്ട് അലിഞ്ഞ് മാറിയിട്ടുണ്ട്. കണ്ട നമ്മുടെ അണ്ണന്മാരെല്ലാം അങ്ങനെ ഒതുങ്ങി പേടിച്ച്. ഇവന്മാർക്ക് ഒറ്റ കുഴപ്പം, ലൈറ്റ് കണ്ട ഇവന്മാർക്ക് ഭയങ്കര പേടിയാണ്. ലൈറ്റ് കണ്ട ഒരുത്തനും പുറത്തേക്ക് വരട്ടെ ഏതെങ്കിലും മുള്ളിലേക്ക് വിളിക്കും. ലൈറ്റ് ഓഫ് ഫോബിയ എന്നാണ് തോന്നുന്നത് നമ്മുടെ എൻ്റെ ഓസ്കറോട്ടന്മാരുടെ പരിപാടി. ഏതായാലും വളരെ ഹാപ്പിയാണ് അവർ. വെള്ളം ഓക്കെ, സൈനിങ് ഓഫ്. ബൈ ബൈ. ഹാപ്പി.